എനിക്ക് വേണ്ടത് ഒരു ഉത്തരവാണ്. അതിനുവേണ്ടിയാ ഞാൻ വെയിറ്റ് ചെയ്യുന്നത്, അല്ലാതെ നിന്റെ ഷോ കാണാനല്ല. ഇത് ഷോ ആണെന്ന് ആര് പറഞ്ഞു? ഇത് വെറും ടീച്ചർ മാത്രം മോളെ. ഷോ ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ. മതി, നിനക്ക് പറയാൻ മനസ്സുണ്ടെങ്കിൽ പറ, ഇല്ലെങ്കിൽ ഞാൻ പോകുന്നു. ഹലോ, എക്സ്ക്യൂസ് മീ, മിസ് മാളവിക മുരളി ഒന്ന് നിൽക്കണം. മാഡത്തിന് വേണ്ടത് മറുപടിയല്ലേ? ഞാൻ പറയാം. ശരിയാ, വിപിയോട് ഞാൻ നുണയാ പറഞ്ഞത്. നുണയെന്ന് പറഞ്ഞാ നല്ല കല്ല് വെച്ച നുണ. അതെന്തിനാണെന്നാ ഞാൻ ചോദിച്ചേ. എന്തിനാണെന്ന് ചോദിച്ചാ അതിന്റെ കാരണക്കാരി നീയാ. ഞാനോ? അതെ, ഇന്നലെ നമ്മുടെ വീട്ടുകാർ നമ്മളെ പരസ്പരം വിലക്കി. എന്നിട്ട് നമ്മൾ കണ്ടു, സംസാരിച്ചു, ഒരുമിച്ച് കിടന്ന് ഉറങ്ങുകയും ചെയ്തു. സത്യമല്ലേ? അതും ഇതുമായിട്ട് എന്താ ബന്ധം? ബന്ധമുണ്ട്. ഇന്നലെ അപ്പു അല്ല മാളുവിനെ അന്വേഷിച്ച് അവളുടെ വീട്ടിൽ ചെന്നത്. അപ്പുവിനെ അന്വേഷിച്ച് മാളുവാ വന്നത്. ശരിയല്ല? സമ്മതിക്കുന്നു. പക്ഷെ അപ്പു ഞാൻ ഇപ്പോഴും ഞാനെന്ന് പറഞ്ഞു തീർത്തോട്ടെ മാഡം. എന്നെ തേടി നീ എന്റെ റൂമിൽ വന്ന നിമിഷം എനിക്കൊരു കാര്യം മനസ്സിലായി. എന്ത് കാര്യം? അരുൺ ഭാസ്കറിന്റെ പ്രപ്പോസലിനേക്കാൾ, നമ്മുടെ പേരൻസിനേക്കാൾ നീ വിലമതിക്കുന്നത് നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പാണെന്ന്. എന്താ, നിഷേധിക്കാമോ നിനക്കത്? അപ്പു കഴിഞ്ഞിട്ടേ ഉള്ളൂ മാളുവിന് എന്തും ആരും. ശരിയല്ലേ? തർക്കിക്കാൻ വേണ്ടി നീ അല്ലെന്ന് പറയുമായിരിക്കും. പക്ഷെ നീ ഇനി അത് എത്ര വട്ടം നിഷേധിക്കാൻ ശ്രമിച്ചാലും അതാണ് മാളു സത്യം. അതുകൊണ്ടാ നീ ഇന്നലെ എല്ലാ വിലക്കുകളും മറികടന്ന് എന്റെ റൂമിൽ വന്നത്. നിന്നോട് തർക്കിച്ചിട്ട് കാര്യമില്ല. അതെ, അതാണ് സത്യം. ഞാൻ ഇനി മാറ്ററിലോട്ട് വരാം. ഞാൻ എന്തിന് അച്ഛനോട് അങ്ങനെ ഒരു കള്ളം പറഞ്ഞു എന്ന്. അരുണിനെ ഞാൻ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടിരുന്നു എന്ന സത്യം നീ വളരെ വൈകി അറിഞ്ഞത്. ഞാൻ ഇഷ്ടപ്പെട്ട, ആഗ്രഹിച്ചു പോയ ഒരു പുരുഷനെ ഒരിക്കലും നിനക്ക് ഭർത്താവായി മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റില്ല. ആ ഒറ്റ കാരണം പറഞ്ഞു നീ പ്രപ്പോസലിൽ നിന്ന് പിന്മാറുന്നു. അങ്ങനെ നീ സേഫ് ആവുന്നു. പാവ അരുൺ ഭാസ്കർ പ്ലിങ്ങി പകച്ച് പണ്ടാറടങ്ങുന്നു. നമ്മള് വീണ്ടും പഴയതുപോലെ സന്തോഷത്തോടെ ലൈഫ് എൻജോയ് ചെയ്യുന്നു. അല്പം മെലോ ഡ്രാമയും ക്ലീശയൊക്കെ ഉണ്ടെങ്കിലും സംഗതി ഏൽക്കും. എന്താ ഒന്നും പറയാത്ത? എന്താ, നിനക്ക് ഈ പ്രപ്പോസലിൽ നിന്ന് ഒഴിവാവണമെന്നില്ലേ? ഇല്ലെങ്കിൽ പറഞ്ഞോ, ഞാൻ വിപിയോട് എല്ലാം കള്ളമായിരുന്നു എന്ന് പറഞ്ഞോളാം. പിന്നെ ഒരിക്കലും അപ്പൂനെ അന്വേഷിച്ച് ആരും വന്നു പോരുത്, പറഞ്ഞേക്കാം. സോറി അങ്കിൾ, പറയുന്നതുകൊണ്ട് അങ്കിളിനൊന്നും തോന്നരുത്. ഇപ്പോൾ ഈ വെളിപ്പെടുത്തലിന് പിന്നിൽ ആ കുട്ടിയുടെ മനസ്സിൽ എന്തോ ദുരുദ്ദേശമുണ്ട്, അതുറപ്പാ. അങ്ങനെ സംശയിക്കാൻ സ്വാഭാവികമായും അരുൺ അവകാശമുണ്ട്. പക്ഷേ പറഞ്ഞത് സത്യമാണെന്ന് ക്ലെയിം ചെയ്യാൻ അതേ അവകാശം അപൂർവയ്ക്കും ഉണ്ടല്ലോ. ഉണ്ടായിരിക്കാം. പക്ഷേ അപൂർവയുടെ ഈ ക്ലെയിം ജെന്യൂൻ ആണെങ്കിലും ഫേക്ക് ആണെങ്കിലും എന്നെ സംബന്ധിച്ച് അതൊരു കൺസേണേ അല്ല. അതെങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും അരുൺ? അപ്പൂന് ഇങ്ങനൊരു താല്പര്യം തന്നോട് ഉണ്ടായിരുന്നു എന്ന് മാളു പറഞ്ഞാ മാളു ഈ ബന്ധത്തിന് സമ്മതിക്കും തോന്നുന്നുണ്ട് അരുണിന്. ഐ എം ഷുവർ അപ്പു ഓക്കെ പറഞ്ഞാൽ പോലും മാളു ഇത് സമ്മതിക്കില്ല. അപ്പൊ അങ്കിളിന്റെ മോളുടെ ഉദ്ദേശം ക്ലിയറാ. മാളവിയെ കൊണ്ട് തന്നെ ഈ പ്രപ്പോസൽ മുടക്കിക്കുക, അതിനുവേണ്ടി ഇങ്ങനെ ഒരു കഥയുണ്ടാക്കുക. ആ കുട്ടി ഒരു പാവമായതുകൊണ്ട് കൂട്ടുകാർ പറയുന്നത് കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിക്കുമല്ലോ. കൊള്ളാം മോളുടെ ബുദ്ധി, അപാരം തന്നെ. കൂൾ മാൻ. ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആവാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പുവിൻ്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നതായി എപ്പോഴെങ്കിലും തന്നോട് സൂചിപ്പിച്ചിരുന്നോ എന്ന് മാത്രമേ എനിക്ക് അറിയണ്ടൂ. നോ, നെവർ. പച്ചക്കള്ളം ആ കുട്ടി പറയുന്നത്. ക്യാമ്പസിൽ മറ്റാരോട് തോന്നിയാലും ആ കുട്ടിക്ക് എന്നോടൊരു ഇഷ്ടം ഒരിക്കലും തോന്നില്ല. ഞങ്ങൾ തമ്മിൽ അത്രയ്ക്ക് ശത്രുതയില. കോളേജിലെ അന്നത്തെ ഇഷ്യോട് കൂടി മാളവികയിൽ നിന്ന് ഞാൻ പിന്മാറുമെന്ന് അങ്കിളിന്റെ മോള് കരുതി.
പക്ഷെ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞ് ഇതൊരു പ്രൊപ്പോസലായിട്ട് കൊണ്ടുവരുമെന്നും മാളവികയുടെ പാരൻസ് അത് സീരിയസ് ആയിട്ട് എടുക്കുമെന്നും അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. സോ അതിനെ കൗണ്ടർ ചെയ്യാൻ ഒരു തട്ടിപ്പ് കഥയായിട്ട് ഇറങ്ങിയിരിക്കുക അവള്. അരുണേ, ഒപ്പം പഠിക്കുന്നൊരു കൂട്ടുകാരിയെ കുറച്ചുകൂടി മാന്യമായി അഡ്രസ്സ് ചെയ്തൂടെ? അതും ആ കുട്ടിയുടെ അച്ഛനോട് സംസാരിക്കുമ്പോൾ. സോറി, ഇത്തരം ഫ്രോഡ് നമ്പറുകളായി നടക്കുന്ന ആളെ അഡ്രസ് ചെയ്യാൻ ഇത്രയൊക്കെ മാന്യത മതി സർ. ഇനി ഞാനൊരു സത്യം പറയട്ടെ, ബോയ്സിന്റെ അറ്റൻഷൻ ഒരിക്കലും കിട്ടില്ല എന്നുള്ള ഫ്രസ്ട്രേഷൻ മൂത്ത് സൈക്കോ ആയി പോയത് ആ കുട്ടി. ഏതെങ്കിലും ഒരു നല്ല ഡോക്ടറെ കൺസൾട്ട് ചെയ്താ ഒരുപക്ഷെ മാറ്റിയെടുക്കാൻ പറ്റിയേക്കും. ഇനഫ് അരുൺ, നമുക്ക് ഈ സംസാരം ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അതാവും നമുക്ക് രണ്ടുപേർക്കും നല്ലത്. ഓക്കെ, താങ്ക്സ് എ ലോട്ട്. ഹലോ അപൂർവ.